തൊട്ടു തൊട്ടില്ല തൊട്ടു തൊട്ടില്ല. എനിക്കറിയില്ല ജാസ്മിനെ സ്ത്രീ എന്ന് വിശേഷിപ്പിക്കാൻ പറ്റുമോ എന്നുള്ളത്. സ്ത്രീ എന്ന് വിശേഷിപ്പിക്കുമ്പം അതല്ലെങ്കിൽ അതെന്താ സ്ത്രീകൾക്ക് അങ്ങനെയുള്ളൊരു ചിന്തയെ കൂടി എല്ലാവരും ചിന്തിക്കേണ്ടത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ പറയുമ്പോൾ ഏതെങ്കിലും ഇങ്ങനെ ഇപ്പോൾ സ്ത്രീ എന്നൊക്കെ പറയാൻ പറ്റുമോ ജാസ്മിനെ കുറിച്ചെന്ന് പറയുമ്പം പൊള്ളുന്ന സ്ത്രീകളുണ്ടെങ്കിൽ ആ സ്ത്രീകളൊന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങളിൽ ഉൾപ്പെട്ടിട്ടുള്ള സ്ത്രീത്വം ഈ ജാസ്മിൻ ചെയ്തു കൂട്ടുന്ന പോലുള്ള കാര്യങ്ങളാണോ? അവളുടെ പ്രവൃത്തികളോ സംസാരങ്ങളോ അല്ലെങ്കിൽ നിലവാരങ്ങളോ ചിന്താഗതിയോ ആറ്റിറ്റ്യൂഡ് എന്തെങ്കിലും അവളെപ്പോലെ ആയിരിക്കുമോ നിങ്ങളുടെ? കാരണം ഞാൻ കമ്മിറ്റഡ് ആയാലും അല്ലെങ്കിലും ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ വന്നു കഴിഞ്ഞാൽ അതൊക്കെ കൂടി അങ്ങോട്ട് എന്താ പറയുക, പിന്നെ ഒരു പ്രശ്നവുമില്ല, പിന്നെ എല്ലാം തോന്നിയ പോലെയാണ്, ഇത് വേറെ ഏതോ ഒരു ലോകമാണ് എന്നുള്ളൊരു ലെവലിലേക്ക് തന്നെ ചിന്തിക്കുന്നത്. വേറെ യൂണിവേഴ്സിലൊന്നുമല്ലല്ലോ. ഇതൊക്കെ നേരത്തിന് ഗതിയും അതല്ലെങ്കിൽ ഈ കാലത്തിന് ഗതിയും ഒന്നും അറിയാതെ പോണ ഒരു സംഭവം, റിയാലിറ്റി ഷോ ആണ് ബിഗ് ബോസ്. ഓക്കെ, അതിലൊന്നും ആർക്കും ഒരു തർക്കവുമില്ല. അങ്ങനെ ആണെന്നുണ്ടെങ്കിലും ഇത് ഓവറാണ്. കാരണം കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരാളാണോ അല്ലെങ്കിൽ അല്ല എന്നുള്ളത് ഇവൾ തന്നെ ഇപ്പോൾ സ്ഥിരീകരിക്കുന്നില്ല. അത് മുമ്പ് ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. ആ ഒരു വ്യക്തി, ഈ അഫ്സൽ എന്ന് പറഞ്ഞിട്ടുള്ള ഇവളൊക്കെ ഈ കല്യാണം ഉറപ്പിച്ച് വെച്ചിട്ടുള്ള ഒരു മനുഷ്യൻ്റെ സ്ഥിതി ഞാൻ ആലോചിച്ച് നോക്കുകയാണ്. എല്ലാം സഹിക്കാം, ഇവൾ ഏതെങ്കിലും തരത്തിൽ ഒരു ഇത്തിരി വൃത്തി ഇവളുടെ അടുത്തുകൂടെങ്കിലും തീണ്ടിയിട്ടുണ്ടോ? ഒരു ഇത്തിരി വൃത്തിയും വെടുപ്പും പോട്ടെ, ഈ പ്രവൃത്തിയിൽ അങ്ങനെ വേണ്ട, ചിന്താഗതികളെങ്കിലും അങ്ങനെ ഉണ്ടോ? ഞാൻ ആദ്യമേ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒന്ന് മാത്രമേ പറയാനുള്ളൂ. ഈ ബിഗ് ബോസിൻ്റെ പ്രേമോസ് കാണിക്കുകയാണെങ്കിൽ പോലും ജാസ്മിൻ എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീനെ ഫോക്കസ് ചെയ്തിട്ടാണ് സംഭവിക്കുന്നത്. അതൊക്കെ അതിപ്പം അവർക്ക് ഇപ്പം എന്താ പറയുക, ഇവർക്ക് ഈ പുറത്ത് ബിഗ് ബോസിൻ്റെ പുറത്ത് ഒരുപാട് ഹേറ്റേഴ്സ് ഉണ്ടെന്ന് അത് ബിഗ് ബോസിൻ്റെ ടീമിന് മനസ്സിലായിട്ടുണ്ടാവും. പക്ഷേ ഇത് അങ്ങനെ ഇട്ട് കഴിഞ്ഞാലും ആളുകൾ ഈ ബിഗ് ബോസ് എന്ന് പറഞ്ഞ പരിപാടി കാണും. അതില്ലെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനത് കാണാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ഏതൊരു രീതിയിലാണെങ്കിലും എന്ത് ചെറിയൊരു രീതിയിൽ കണ്ടൻറ് ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോഴത്തേനും ഫോക്കസ് മൊത്തം ബിഗ് ബോസിൻ്റെ ഹൗസിലുള്ള ക്യാമറാസിൻ്റെ ഫോക്കസ് മൊത്തം ജാസ്മിനിലേക്ക്. ഞാൻ പറഞ്ഞു വരുന്ന വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഷിബിന് ഇന്നലത്തെ എപ്പിസോഡിൽ തന്നെ ഷിബിൻ എന്തോ ഒരു ഫക്ക് അങ്ങനെ എന്തോ അടിച്ച് കാണിച്ചിട്ടുണ്ട്. അത് എന്താ പറഞ്ഞത് ഞാനൊരു കാര്യം കൂടി പറയാം. ഈ ശിഖണ്ഡികളെ കണ്ടിട്ടുണ്ടല്ലോ, എല്ലാവരുടെ വിചാരം ശിഖണ്ഡികൾ ഭയങ്കര മഹത്വവും ഭയങ്കര എന്തോ വലിയൊരിതാണ്, ഈ മഴവിൽ വർണ്ണ പതാകകളൊക്കെ ഭയങ്കര എന്തോ സംഭവം എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന ആളുകളുണ്ട്. ഞാൻ ഈ ശിഖണ്ഡികളെ കുറിച്ച് വ്യക്തിപരമായിട്ടുള്ള ഒരു കാര്യമല്ല പറയുന്നത്. ശിഖണ്ഡികൾ അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡേഴ്സ് ഈ ഒരു ക്യൂർ കമ്മ്യൂണിറ്റി, അതങ്ങനെ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ആ കമ്മ്യൂണിറ്റീൻ്റെ അജണ്ടന് അത് വേറൊരു രാഷ്ട്രീയമാണ്. അതിപ്പോൾ നമ്മുടെ വിഷയമല്ല സംസാരിക്കേണ്ടത്. പക്ഷെ പറഞ്ഞു വരുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ ട്രെയിനിൽ കണ്ടിട്ടുള്ള ശിഖണ്ഡികളുണ്ടല്ലോ, എല്ലാവരും ഭയങ്കര മഹത്വവൽക്കരിക്കുന്ന ഒരാളുകളാണ് ഇവർ. അല്ലാത്ത ആളുകളും നല്ല പാവങ്ങളായിട്ടുള്ള ആളുകളൊക്കെ ഉണ്ടിട്ട് അത് വേറെ കാര്യം. ഓരോ വ്യക്തി എന്നുള്ള ഇതിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഓരോരുത്തർ ഇതായിരിക്കും. പക്ഷേ ഈ ട്രെയിനിലെ ശിഖണ്ഡികൾ കണ്ടിട്ടില്ലേ, ഈ പൈസ ചോദിച്ച് ഭീഷണിപ്പെടുത്തിയിട്ട് പൈസ കൊടുത്തിട്ടില്ലെങ്കിൽ ഒരുമാതിരി ഉഡ് തുണിയൊക്കെ പൊക്കി കാണിക്കണം ഒരു ആറ്റിറ്റ്യൂഡുള്ള കുറേ ഈ ഹിജട്ടകളെ കണ്ടിട്ടില്ലേ? അതേപോലെയാണ് ഷിബിൻ എന്തോ ഒരു ആംഗ്യം എന്തോ കാണിച്ചെന്ന് പറഞ്ഞ രീതിയിൽ എന്താ പറഞ്ഞെന്ന് പറഞ്ഞ ഒരുമാതിരി ശബ്ദത്തിൽ ഇതിൻ്റെ യൂട്യൂബ് ചാനലൊക്കെ എടുത്ത് നോക്കുമ്പം ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ശബ്ദവും കാര്യങ്ങളൊക്കെ. ഇത് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ വന്നപ്പം എനിക്ക് അങ്ങനെയും തോന്നി. ഈ രൂപം കൊണ്ട് ഏതായാലും ട്രാൻസ്ജെൻഡേഴ്സിനൊക്കെ പോലെ തോന്നുന്നുണ്ട് ഇല്ല എന്നുള്ളതൊന്നും ഞാൻ പറഞ്ഞില്ല. പക്ഷേ ശബ്ദം കറക്റ്റ് അങ്ങനെ തന്നെ ആയിട്ട് തോന്നുന്നുണ്ട്. ഈ ട്രാൻസ്ജെൻഡേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര മോശപ്പെട്ട ആളുകൾ അങ്ങനെ ഒരു രീതിയിലല്ല കേട്ടോ. പക്ഷെ അവർ സ്ത്രീകളാണെന്ന് പറയുന്നുണ്ട്. ഈ സ്ത്രീകളാണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ ട്രെയിനിൽ പൈസ കൊടുത്തിട്ടില്ല ഉടുതുണി നോക്കി കാണിക്കലും തെറി പറയലും ഉപദ്രവിക്കലും ഒന്നല്ലല്ലോ. അതേപോലെ ഒരു ആറ്റിറ്റ്യൂഡുള്ള ഒരു സ്ത്രീ ബിഗ് ബോസ് ഹൗസിൻ്റെ ഉള്ളിലേക്ക് കയറി വന്ന്. പിന്നെ ഇവളുടെ ഹൈജീനിക്ക്, ഇവള് ഇന്ന് ജിൻറ്റോനെ പല കാര്യങ്ങളും ജയിലിൻ്റെ ഉള്ളിൽ നിന്ന് വിളിച്ചു പറയുന്നുണ്ട്. ഇവരെല്ലാവരും പൊട്ടിച്ചിരിക്കുമ്പോഴൊക്കെ ജിൻറ്റോനെ പല രീതിയിലും സ്ത്രീകളോടത്ത് എങ്ങനെ പെരുമാറണം, ആളുകളടുത്ത് എങ്ങനെ നിൽക്കണം, ഒരു സ്ഥലത്ത് വന്നാലേ അതൊക്കെ രീതിയിലാവണം, എങ്ങനെയൊക്കെയാണ് ഹൈജീനിക്ക് എന്നുള്ളതൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ആര്? ഈ സ്ത്രീ ജാസ്മിൻ. അതായത് ബാത്റൂമിൽ പോലും ചെരുപ്പിടാതെ അവിടെ പോയി ബാത്റൂമുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ മറ്റുള്ള ആളുകളുടെ ബെഡിലേക്കും അതിൽ എല്ലാവരും കൂടിയിരിക്കുന്ന ആ സോഫയിലേക്കൊക്കെ പോയിട്ട് അതേ കാലും വെച്ചിരിക്കാനൊക്കെ എന്താ പറയുക, അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരാൾ. പിന്നെ തുമ്മിയ ചായ, ഇതൊക്കെ എല്ലാവരും കുടിപ്പിക്കുന്ന ഒരു മെൻറ്റാലിറ്റി ഉള്ള ഒരാൾ. കുളി എന്ന് പറഞ്ഞ സാധനമില്ല. ഇതൊക്കെ
വ്യക്തിപരമായിട്ട് ജാസ്മിൻ അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ ഈ പറയുന്ന ഒരാൾ ഒരു പൊതുസ്ഥലത്ത് വന്ന് നിൽക്കുമ്പം ഇങ്ങനെ ആ ഒരു രീതിയിൽ പറയുമ്പോഴും പിന്നെ പ്രവർത്തനം അങ്ങനെ അല്ലാതൊക്കെ ആകുമ്പം ഇതിൻ്റെ വീട്ടിൽ പഠിപ്പിച്ച പഠിപ്പ് അതിവിടെ വന്ന് പഠിപ്പിക്കുക എന്നുള്ളത് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം അതിൽ കൂടുതലായിട്ടൊന്നും പറയണതില്ല. ഈ വീട്ടിലെ ഇവളുടെ വീട്ടിലെ ആ ഒരു ആറ്റിറ്റ്യൂഡ് അതല്ലെങ്കിൽ ഇപ്പം എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയാണല്ലോ. അപ്പം ഞാൻ എൻ്റെ വ്യക്തിത്വം ഓരോ സ്ഥലത്ത് പോകുമ്പോൾ മാറും. അതിപ്പോൾ ഓരോ മനുഷ്യന്മാരങ്ങനെ ആയിരിക്കും. അതേപോലെ തന്നെയാണ് ഈ ജാസ്മിനും. തനി സ്വഭാവം ഒരുമാതിരി കടപ്പുറം, എന്താ പറയുക, ഒരു ഈ കടപ്പുറത്തുള്ള ആൾക്കാരെ മോശമാക്കി പറഞ്ഞത്. അപ്പോൾ സിബിന് ഈ ഫക്ക് അടിച്ച് കാണിച്ചിട്ടുള്ള സമയത്ത് ബിഗ് ബോസ് ഇടപെടുകയാണ്. ഇത് എങ്ങനെയുള്ള ചേഷ്ടകളും കാര്യങ്ങളും ഒന്നും ഇവിടെ ചെയ്യാനോ പറയാനോ പ്രവർത്തിക്കാനോ പാടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബിഗ് ബോസ് അപ്പത്തിന് ഇടപെട്ട്. എന്നിട്ട് ഓക്കെ, അത് അങ്ങനെ ചെയ്തത് മോശമാണെന്നുള്ളത് സിബിനടക്കം സമ്മതിച്ച്. പക്ഷേ ഇന്ന് ജിൻഡോ ജയിലിൽ രാത്രി സമയത്ത് ഭക്ഷണം ജയിലിൽ കൊണ്ടുപോയി വെച്ച് കൊടുക്കുന്ന ആ സമയത്ത് വെച്ച് എണീക്കുന്ന ആ ഒരു സമയത്ത് ഈ ഗബ്രി ഓടി വന്ന് കെട്ടിപ്പിടിക്കുന്നുണ്ട് ജാസ്മിനെ. ആ കെട്ടിപ്പിടിക്കുന്ന സമയത്ത് നടുക്ക് വന്ന് നിന്നിട്ട് ഒരു കാര്യം ഇല്ലാതായി പോയല്ല അളിയ. ഈ സമയത്ത് വേറെ ആരാണെങ്കിൽ ജിൻഡോക്ക് പകരം വേറെ ഈ റോക്കിനെ പോലെയുള്ള അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആളുകൾ ആരാണെങ്കിൽ അപ്പം അടിച്ചു പോവും. ഇത് ഒരു തീറ്റവും ഒരു ഈച്ചയും. അത് കെട്ടിപ്പിടിക്കുന്നതിന് ബാക്കിയുള്ള ആളുകൾക്ക് എന്താണ് പ്രശ്നം? അതാണ് ഈ സമ്മറാന്നം പറയുന്നത്. ഈ എല്ലാവരും ഇങ്ങനെ ഈ ജാസ്മിൻ എന്ന് പറഞ്ഞ ഈ സാധനത്തിനെ കെട്ടിപ്പിടിക്കാൻ വേണ്ടി നടക്കുകയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നത് അതിൻ്റെ സ്ത്രീയായിട്ട് എനിക്ക് കാണാൻ തോന്നിയിട്ടില്ല. അത് ആ ഒരു ഇത് തോന്നിയിട്ടില്ല. കാരണം ഈ എന്താ പറയുക, ഈ പറയുന്ന പോലെ തന്നെ ഓരോ ഈ യൂട്യൂബിലേക്ക് ഇൻ്റർവ്യൂ കൊടുക്കുന്ന സമയത്ത് ഞാൻ അങ്ങനെ 2 ആഴ്ചൻ്റെ ഉള്ളിൽ 2 ദിവസത്തിൻ്റെ ഉള്ളിലൊന്നും ഒരിക്കലും ഒരാളെടുത്ത് അത്രയും ഭയങ്കര കമ്പനി ഫ്രണ്ട്ഷിപ്പ് ഒന്നും ആവില്ല എന്ന് പറയുന്ന ഈ ഒരു സ്ത്രീ 2 ദിവസം കൊണ്ടല്ല കേട്ടോ ഈ ഗബ്രിനായിട്ട് ഈ തരത്തിൽ വരെ വിളയാടാൻ തുടങ്ങിയിട്ടുള്ളത്. അത് 2 ആഴ്ച ഒരാഴ്ചയൊക്കെ സമയം എടുത്തിട്ടാണ്. അവിടെ 2 ദിവസം എന്നാണ് പറഞ്ഞത്, പക്ഷെ ഇവിടെ 2 ആഴ്ച എടുത്തിട്ടുണ്ട്. ഇതൊന്നും പറയാനില്ല. ഒരു കാര്യം മാത്രമേ എനിക്ക് പറയാനുള്ളൂ, വെറുത്തിട്ടുണ്ട്. അങ്ങനെ പ്രേക്ഷകരൊന്നും കാണാൻ പാടില്ല എന്ന് പറയുന്ന ഈ ചേഷ്ടകൾ, ഇങ്ങനെയുള്ള ചേഷ്ടകളും കാര്യങ്ങളും ഇതൊരു കുടുംബ ഫാമിലികളും ഒക്കെ കാണുന്ന ഒരു പ്രോഗ്രാമാണെന്ന് പറയുന്ന ബിഗ് ബോസിൻ്റെ അടുത്തൊരു ചോദ്യം മാത്രമല്ല. ഇതാണ് ഞാൻ പറയുന്നത്, ഏഷ്യാനെറ്റും അല്ലെങ്കിൽ ബിഗ് ബോസോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഈ ഇതിൻ്റെ പ്രൊഡ്യൂസേഴ്സോ ഡയറക്ടേഴ്സോ ലാലേട്ടനോ ആര് വേണേൽ എങ്ങനെ വേണമെങ്കിലും സംശയിക്കാൻ പറ്റുള്ളൂ. ഇവൾക്ക് എന്തോ ആവാം, എനിക്ക് ബാക്കിയുള്ള ആളുകൾക്കൊന്നും പാടില്ല. അല്ലെങ്കിൽ ഇപ്പോൾ എന്താ പറയുക, ഈ ഗബ്രിയും അല്ലെങ്കിൽ ഈ ജാസ്മിനൊക്കെ ഹഗ് ചെയ്യുന്നതും ഈ ഒരു രീതിയിൽ മാത്രം പെരുമാറണതും ജയിലിൽ ഭക്ഷണം കൊണ്ടുപോയെടുക്കുന്ന എൻ്റെ വിശപ്പ് അതല്ല, എനിക്ക് ഗബ്രിനെ കെട്ടിപ്പിടിക്കണമെന്ന് പറയുന്നതാണ് എൻ്റെ വിശപ്പ് എന്നൊക്കെ പറയുന്നത്. ഇതാണോ കുടുംബ പ്രേക്ഷകരെയും കുട്ടികളെയൊക്കെ കാണാൻ നിങ്ങൾ ഉദ്ദേശിപ്പിക്കുന്ന സാധനം? മനസ്സിലാവുന്നില്ല. ഒരു നേരെങ്കിലും അരിയാഹാരം കഴിക്കുന്ന അണ്ണനാണെങ്കിൽ, ബിഗ് ബോസ് അണ്ണനാണെന്നുണ്ടെങ്കിൽ ഒരിത്തിരി നിലപാടവിടെ നിൽക്കടേ. എന്ത് എരപ്പത്തരാണ് അവിടെ ചെയ്യുന്നത്? ഈ ജാസ്മിൻ കാണിച്ചു കൂട്ടുന്ന എല്ലാ അപ്പിത്തരത്തിലും അതൊന്നും ഒരു പ്രശ്നമില്ല. ഇത് നേരത്തിന് ഗതി അറിയാതെ കാലത്തിന് കഥ അറിയാതെ എന്നൊക്കെ പറയുന്നത് ഭയങ്കര ആ ഒരു ക്യാപ്ഷൻസും ആ ഒരു എന്താ പറയുക ടൈറ്റിലൊക്കെ എടുത്തിട്ട് പോയി വാക്ക്. ഇതെന്ത് പറയാനാണ്? ഇതിൽ കൂടുതലൊന്നും പറയാനില്ല. ഈ ബിഗ് ബോസ് എന്ന് പറഞ്ഞൊരു ഒരു പരിപാടിക്ക് അത് കേരളത്തിൽ മാത്രം നടക്കുന്ന ഒരു കാര്യങ്ങളൊന്നുമല്ല. ഇന്ത്യയിൽ തന്നെ പല സംസ്ഥാനങ്ങളായിട്ടും വളരെ എന്താ പറയുക ദൃഢമായിട്ട് നിഷ്പക്ഷമായിട്ട് ബിഗ് ബോസ് ഇടപെടുന്നത് കാണുന്നുണ്ട്. ഇതൊരു മാതിരി വായ ബിഗ് ബോസ്. ഇങ്ങനത്തെ ഒരു രപ്പ ഈ നാറിക്കുന്ന വേറൊരു പണിയില്ല. ജാസ്മിൻ്റെ എന്താ പറയുക മുല്ലപ്പൂ കക്കൂസാണ് മുല്ലപ്പൂ ജാസ്മിൻ. എൻ്റെ പൊന്നു സുഹൃത്തെ, ഈ ഒരു പരിപാടി ഇത്രത്തോളം വെറുക്കാൻ കാരണം ജാസ്മിൻ തന്നെയാണ്. തുടക്കത്തിലേക്ക് ഏറ്റടച്ചു കൂറ്റി ഇടിച്ചില്ലെങ്കിൽ മനസാ വാചാ കർമ്മണ അറിയാത്ത കാര്യത്തിന് താനും പോലീസ് സ്റ്റേഷനിൽ കയറേണ്ടി വരും. മാമ എന്ന പേരും വീഴും. മാമ